ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു ഗ്രഹനില കണ്ടാൽ ജാതകൻ്റെ മൂന്നാം ഭാവവുമായി ബന്ധപ്പെട്ട ശുഭ അശുഭങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മൂന്നാം ഭാവത്തെ സഹോദര ഭാവമായിട്ടാണ് ജ്യോതിഷിമാർ പരിഗണിക്കുന്നത്. ജാതകൻ്റെ സഹോദരങ്ങളെ സംബന്ധിച്ചും സഹോദരങ്ങളിൽ നിന്നുണ്ടാകുന്ന സഹകരണങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ജ്യോതിഷിമാർ മൂന്നാം ഭാവത്തിൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും പരിഗണിക്കുന്നു. 3, 7, 9, 11 തുടങ്ങിയ ഭാവങ്ങളെ കൊണ്ടും സഹോദരങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കണം എന്നതാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. ഇതുകൂടാതെ ധൈര്യം, സാമർഥ്യം, ഭക്ഷണം, പട്ടാള സേവനം, കൈപ്പട മുതലായ കാര്യങ്ങളെക്കുറിച്ചും മൂന്നാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. മൂന്നാം ഭാവാധിപനും സഹോദരകാരകനുമായ ചൊവ്വയും ഗ്രഹനിലയിലോ നവാംശകത്തിലോ ഓജരാശികളിൽ നിൽക്കുന്നു എങ്കിൽ ജാതകന് സഹോദരന്മാർ ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാം ഭാവം ഓജരാശിയായി വന്നാലും മൂന്നാം ഭാവത്തിലേക്ക് പുരുഷ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുക എന്നിവ ഉണ്ടെങ്കിലും ജാതകന് സഹോദരന്മാർ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി മൂന്നാം ഭാവം യുഗ്മരാശിയാകുകയും മൂന്നാം ഭാവാധിപൻ യുഗ്മരാശിയിൽ നിൽക്കുകയും മൂന്നാം ഭാവത്തെ സ്ത്രീഗ്രഹങ്ങൾ വീക്ഷിക്കുക അഥവാ ദൃഷ്ടി ചെയ്യുകയും ഉണ്ടായാൽ ജാതകന് സഹോദരീ യോഗവും ഉണ്ടാകുന്നതാണ്. മേൽപ്പറഞ്ഞ 2 വിധത്തിലും സംഭവിക്കുന്ന പക്ഷം ജാതകന് സഹോദരനും സഹോദരിയും ഉണ്ടാകും. അടുത്തത് മൂന്നാം ഭാവാധിപൻ ഓജരാശിയിൽ, അതായത് പുരുഷരാശിയിൽ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ, അതായത് 6, 8, 12 എന്നീ സ്ഥാനങ്ങളിൽ ഒഴികെ നിന്നാൽ ജാതകന് സഹോദരൻ ഉണ്ടാകും. എന്നാൽ യുഗ്മരാശിയിൽ അഥവാ സ്ത്രീരാശിയിൽ ചന്ദ്രൻ്റെയോ ശുക്രൻ്റെയോ യോഗത്തോടു കൂടിയോ ദൃഷ്ടിയോടു കൂടിയോ നിന്നാൽ സഹോദരിയും ഉണ്ടാകുന്നതാണ്. അടുത്തത് മൂന്നാം ഭാവാധിപനും ചൊവ്വയും പാപദൃഷ്ടിയോടുകൂടി 12ാം ഭാവത്തിൽ നിന്നാൽ സഹോദര നാശമോ സഹോദരൻ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ്. അടുത്തത് പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ചൊവ്വ 3ാം ഭാവത്തിൽ നിന്നാലും ജാതകന് സഹോദരൻ ഇല്ലായ്കയോ അല്ലെങ്കിൽ സഹോദര നാശമോ ഉണ്ടാകും. അടുത്തത് രാഹുവിൻ്റെ ദൃഷ്ടിയോടുകൂടി ശനിയും ചൊവ്വയും ശുക്രനും യോഗം ചെയ്ത് 3ാം ഭാവത്തിൽ നിന്നാലും സഹോദര നാശം ഉണ്ടാകുന്ന മറ്റൊരു ഗ്രഹയോഗമാണ്. അടുത്തത് നീചം പ്രാപിച്ച ചൊവ്വയും ബലവാനായ ശനിയും 3ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താൽ സഹോദരനാശം ഉണ്ടാകുകയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ്. അടുത്തത് 3ാം ഭാവം യുഗ്മരാശി അഥവാ സ്ത്രീരാശിയായിരിക്കുകയോ 3ാം ഭാവത്തിൽ ഏതെങ്കിലും സ്ത്രീഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകന് സഹോദരികൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് 3ാം ഭാവാധിപനും ചൊവ്വയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ 3, 6, 12 ഈ ഭാവങ്ങളിൽ നിന്നാൽ ജാതകന് സഹോദരന്മാർ ഉണ്ടാകുന്നതല്ല. അടുത്തത് 3ാം ഭാവാധിപൻ രാഹുവിനോടോ കേതുവിനോടോ യോഗം ചേർന്ന് അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയും ചൊവ്വയ്ക്ക് പാപഗ്രഹങ്ങളുടെ യോഗമോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഉണ്ടായാൽ ജാതകൻ്റെ ചെറുപ്പകാലത്ത് തന്നെ സഹോദരനാശം ഉണ്ടാകും. അടുത്തത് ചൊവ്വ 3ാം ഭാവാധിപനായിരിക്കുകയും പാപദൃഷ്ടിയോടുകൂടി 3ാമിടത്ത് നിൽക്കുകയും ചെയ്താൽ ജാതകന് അനുജന്മാർ ഉണ്ടാകുകയില്ല. അടുത്തത് 3ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ജാതകൻ്റെ മൂത്ത സഹോദരനും ശനി നിന്നാൽ ഇളയ സഹോദരനും ചൊവ്വ നിന്നാൽ ഇളയതിനും മൂത്ത സഹോദരനും നാശത്തെ ചെയ്യുന്നതാണ്. 3ാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ ജാതകൻ്റെ സഹോദരന്മാർക്ക് ദീർഘായുസ് ഉണ്ടാകും.
അടുത്തത് ലഗ്നാധിപൻ 3-ാം ഭാവത്തിലും 3-ാം ഭാവാധിപൻ ലഗ്നത്തിലുമായി പരിവർത്തനം ചെയ്ത് നിന്നാൽ ജാതകൻ ബന്ധുബലമുള്ളവനും സർക്കാർ ജോലിക്ക് അർഹനും ആയിരിക്കും. അന്യന്മാർക്ക് ഉപകാരത്തെ ചെയ്യുന്നവനും സാമർഥ്യമുള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്തത് 3-ാം ഭാവത്തിൽ ശുഭഗ്രഹം തനിച്ചു നിന്നാൽ ജാതകൻ്റെ കൈപ്പട, അതായത് കൈയക്ഷരം വളരെ നന്നായിരിക്കും. കൂടാതെ 3-ാം ഭാവാധിപൻ സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, ബന്ധുക്ഷേത്രം തുടങ്ങിയ ഇഷ്ടസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്താൽ 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശുഭ അനുഭവങ്ങളും, 6, 8, 12 തുടങ്ങിയ അനിഷ്ട സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്താൽ ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് അശുഭവും ഉണ്ടാകുന്നതാണ്. 3-ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.